വെൽക്കം ടു മലയാളി കിച്ചൺ വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി അഥവാ ചാളക്കറി എങ്ങനെ നമുക്ക് നാളികേരം ചേർക്കാത്ത മുളക് പക്ഷത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ കുറച്ച് ചാള നന്നാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകമാണ്. ഈ പെരിഞ്ചീരകം നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ കുറച്ച് പെരിഞ്ചീരകം എടുത്ത് നമ്മൾ ഇതുപോലെ ചൂടാക്കി ഒരു പ്ലാസ്റ്റിക് ഡപ്പയിൽ ഇട്ട് വെച്ചാൽ നമുക്ക് പൊടിക്കുമ്പോഴും ചതയ്ക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് ചതച്ച് പൊടിക്കാനൊക്കെ ഈ ചൂടാക്കിയ പെരിഞ്ചീരകം സാധിക്കും. ഇത് അതുപോലെ ചൂടാക്കിയിട്ടുള്ള പെരിഞ്ചീരകമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സബോള വേണം, തക്കാളി, പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി, പിന്നെ ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, സാധാരണ മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് വേണം. നമുക്കിനി മത്തിക്കറി വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം, ഒരു സ്റ്റൗ കത്തിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തീ വളരെ സ്ലോയിലാക്കണം. ഇനി നമുക്ക് പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി നന്നായി ചതച്ച് നല്ല അരച്ച പോലെ ആക്കിയിട്ട് ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു പകുതി മൂപ്പ് മതിയാവും. ഈ പെരിഞ്ചീരകം, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചാൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും, കറിക്ക് നല്ലൊരു രുചി മണമൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം സബോളന് ഇട്ട് കൊടുക്കണം. സബോള വളരെ ചെറുതായിട്ട് ഉള്ളി അരിയണ പോലെ അരിയണം. അടുത്തതായി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് നടുക കീറി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റണം. സബോള വേഗം വഴറ്റാനായിട്ട് നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. സവാളയും നമ്മുടെ തക്കാളിയും എല്ലാതും നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ വളരെ കുറച്ച് കൊടുക്കണം. എന്താ വെച്ചാൽ നമുക്ക് മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ തീ ഉണ്ടായാൽ പെട്ടെന്ന് കരിയുമ്പോൾ വളരെ കുറച്ച് തീ മതി. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണ് മുളക് പൊടി ഇടണം. ഈ മുളക് ഭക്ഷണം വെക്കുമ്പോൾ ഇത്തിരി മുളക് മുന്തി നിൽക്കണം. അതുകൊണ്ട് 2 സ്പൂണ് വലിയ സ്പൂണ് മുളക് പൊടി ഇടണം. നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം എത്ര ആവശ്യമുണ്ട് നമുക്ക് അത്രയ്ക്ക് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് ഒരു കഷ്ണം കുടപ്പുളി ചീന്തിയിട്ട് ഒരു 2-3 കഷ്ണമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അധികം കുടപ്പുളി ആവശ്യമില്ല. നമ്മളൊരു തക്കാളി ചേർത്ത കാരണം. പിന്നെ കുടപ്പുളി ആയതുകൊണ്ട് ഇത് തിളഞ്ഞ് വരുമ്പോൾ തന്നെ പുളി വേഗം ഇറങ്ങിക്കോളും. ഇങ്ങനെ ഇരിക്കുമ്പോഴും പുളി നന്നായിട്ട് പിടിച്ചോളും. അത് കാരണം ഒരു 2-3 ചെറിയ ചീന്ത് കുടപ്പുളി മതിയാവും. ഇനി നമുക്ക് ഈ കറിക്ക് നല്ല കളർ കിട്ടാനായിട്ട് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 2 തിളപ്പിക്കണം.
ഈ പുളിയും ഈ മുളകും ഈ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ജോയിൻ്റായി ഒന്ന് ചാറിന് ഒരു ഗുണം കിട്ടാനായിട്ട് നമുക്ക് 2 തള തിളയ്ക്കാം. അതിന് ശേഷം നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. വലിയ മത്തിയാണെങ്കിൽ നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ മത്തിയായ കാരണം ഞാൻ ഓരോന്നായിട്ട് മുറിക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മത്തി വേവാനായിട്ട് ഒരു 2-3 തള തിളപ്പിക്കാം. ഇനി നമുക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് പോരാതെ തോന്നുന്നത് ഇപ്പോൾ ഈ തള വയ്ക്കുന്നതോട് ഉപ്പിട്ടായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ഒരു പൊടി കുറവുണ്ട്, കാരണം പൊടി ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ചാള നന്നായിട്ട് വെന്ത് 2-3-4 തളയൊക്കെ തിളച്ചു. ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഇനി ഉള്ളി കാച്ചാനായിട്ട് നമുക്ക് ഒരു പാത്രം വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല ചേർക്കാം. ഇത് നന്നായി മൂപ്പിക്കണം. ഉള്ളി നമ്മൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ നാളികേരം ചേർക്കാത്ത മുളക് പക്ഷം മത്തിക്കറി തയ്യാറായി. ഈ മത്തിക്കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം.